വിജേട്ടാ നമസ്കാരം. നമസ്കാരം. വിജേട്ടാ, ഇലക്ഷൻ 2026 VDS ഇത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വി.ഡി. സതീശനെ ഏത് രീതിയിലും മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള സകല പരിശ്രമങ്ങളും നടത്തുന്നു. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. പക്ഷെ ഇവർക്കെല്ലാം മുന്നേ വലിയ പിന്തുണയുള്ളത് നമ്മുടെ കെ.സി. വേണുഗോപാലിനാണ്. കെ.സി. വേണുഗോപാൽ ആ പിന്തുണയുമായി ബഹുദൂരം മുന്നിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും തോറ്റാൽ എന്നൊരു പടി വി.ഡി. സതീശൻ ആദ്യം തന്നെ എറിഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് നമ്മുടെ KPCCക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കെ.സി. വേണുഗോപാലിനെ അധിക്ഷേപിക്കാൻ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനുള്ളിലെ പല കോൺഗ്രസ് അണികളും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്കുപറ്റുന്ന ആൾക്കാരും വലിയ രീതിയിൽ ശ്രമിക്കുന്നു. അതിന്റെ ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളെ കൃത്യമായി അധിക്ഷേപിക്കുക, യുവ നേതാക്കളെ വ്യക്തമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്ന ആഹ്വാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം തന്നെയാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. അത് വി.ഡി. സതീശനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം. ഒരുപക്ഷെ വി.ഡി. സതീശൻ പറഞ്ഞിട്ട് വേണം ഇത് നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഈ ഗ്രൂപ്പിലെ വിഷലിപ്തമായ ചാറ്റുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ അധ്യക്ഷ സ്ഥാനം ഹൈബി ഈഡൻ ഒഴിയാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് രാജിക്കത്ത് കൊടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷെ ഇപ്പൊ ആ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്താകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാജി ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പോരാത്തതിന് ഇതിനകത്ത് തന്നെയുള്ള ഈ ഗ്രൂപ്പിനകത്തുള്ള കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ യുവ MLA ആയിട്ടുള്ള റോജി എം ജോൺ, ഈ റോജി എം ജോണിനെ സോഷ്യൽ മീഡിയയിലിട്ട് വേട്ടയാടുകയാണ് എന്നുള്ളൊരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ്. റോജിയെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിക്കാനും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ഗ്രൂപ്പിലെ സ്ട്രാറ്റജിസ്റ്റ് നിർദ്ദേശം നൽകുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് സൈബർ ഗുണ്ടകളാണ് ഇത് ചെയ്യുന്നത്. കോൺഗ്രസിനകത്തുള്ള സൈബർ ഗുണ്ടകളാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നതെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് ആദ്യം പറഞ്ഞത് നമ്മുടെ കണ്ണൂർ സിംഹമായിട്ടുള്ള കെ. സുധാകരനാണ്. കെ. സുധാകരൻ ഇത് പറഞ്ഞ ശേഷം കെ. സുധാകരൻ ഈ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായിട്ടാണ്. കെ. സുധാകരനെ കുറിച്ച് ഈ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ സിംഹമല്ല, ഏത് കോണോത്തിലെ സിംഹം അലറിയാലും കേരളം സതീശനൊപ്പമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ചാറ്റുകളും കാര്യങ്ങളും എല്ലാം പുറത്തു വന്ന ശേഷം സതീശൻ മൊത്തത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പൊ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു തർക്കം എന്നതിലുപരി തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കിത് എങ്ങനെ വിലയിരുത്താം, ഇതിനെ എങ്ങനെ കാണും? ഇത് വി.ഡി. സതീശന്റെ ഒരു വലിയ സ്വപ്നം മുഖ്യമന്ത്രി ആകുക എന്ന് തന്നെ, അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അത് അദ്ദേഹം ആ സ്വപ്നം കൊണ്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിന് സ്ഥാനം ആഗ്രഹിക്കുന്ന തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനൊരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം ബോധ്യമാകേണ്ടത് അണികളും പാർട്ടിക്കാർക്കുമാണ്. യോഗ്യതയും വേണം. ഇപ്പോ കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു നനഞ്ഞ പടക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സംയുക്ത പ്രമേയം പാസ്സാക്കാൻ പരാജയമായിരുന്നു. സംയുക്ത പ്രമേയം പാസ്സാക്കാൻ പോകുന്നു എന്ന് അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിനെതിരെ ഒന്ന് ആഞ്ഞടിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള മറ്റൊന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ഹോർഡിങ്സ് ഈ ആലുവയിലടക്കം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ UDF-നെ നയിച്ചത് വി.ഡി. ആണ്, അതുകൊണ്ട് ഇനി കേരളം വി.ഡി. നയിക്കും എന്നുള്ളതാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അതൊരു മലപ്പുറത്ത് മുതൽ ഒരു നിരുപദ്രവകരമായിട്ടുള്ള ഒരു സംഭവമായി കാണാം. അപ്പോഴാണ് ഇന്നലെ മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പരക്കുകയുണ്ടായി. അത് വി.ഡി. സതീശൻ ഈ പ്രവാചകൻ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് സയൻസിനേക്കാൾ മുമ്പേ പറഞ്ഞ പ്രവാചകനാണ്. അങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അതുമായി കൂട്ടി വായിക്കപ്പെടേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം ആദ്യം പയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഈ സെല്ലും, അതായത് ഹൈബിയുടെ അധ്യക്ഷനായിരിക്കുന്ന സെല്ലും പ്രവർത്തിപ്പിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ബിൻലാൽ എന്ന് പറയുന്ന ആള്, അത് വി.ഡി. സതീശന്റെ അടുത്ത ആളാണ്.
ഇദ്ദേഹം ആണ് ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പിനെ ഇത് ചെയ്യുന്നു. ആ ഗ്രൂപ്പിലൂടെയാണ് മെസ്സേജുകൾ പോവുകയാണ്. അതായത് VD സതീശനെതിരെ നിൽക്കുന്ന നേതാക്കളെ തേജോവധം ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അവരെ അപമാനിക്കുക, അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് പോകുന്നത്. ഇത് വലിയ രൂക്ഷമായി കഴിഞ്ഞപ്പോഴത്തേനും KPCC നേതൃത്വം ഇടപെടുകയും KPCC നേതൃത്വം ഒരു അന്വേഷണം വെക്കുകയും ചെയ്തപ്പോൾ ഇതിൽ പല ഐഡികളും വ്യാജമാണ്. നമുക്കറിയാം, നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന പല കമന്റുകൾ പോലും അത് ബോട്ടുകളാണ്. ബോട്ടുകൾ ഇട്ടിട്ട് കമന്റുകൾ ഒരുപാട് ജനറേറ്റ് ചെയ്ത് വിടാൻ കഴിയും. കാരണം ബോട്ട് മുൻപൊക്കെ പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു സാധനമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഈ ഓൺലൈനുകളിൽ അവൈലബിൾ ആണ്. ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്. ആ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുക പോലും വേണ്ട. നമുക്ക് എന്താണോ പറയാനുള്ളത് വെച്ചാൽ അത് പറഞ്ഞു കൊടുത്താൽ അതിൽ ഓട്ടോമാറ്റിക് ടൈപ്പായി വരും, ടെക്സ്റ്റ് ടൈപ്പായി വരും. അത്തരം ബോട്ടുകൾ വഴി നമ്മളെ തെറി വിളിക്കാൻ പറ്റും, നമ്മുടെ കുടുംബത്തെ തെറി വിളിക്കാൻ പറ്റും, നമ്മളെ വധഭീഷണി നടത്താൻ പറ്റും, മറ്റു പലതും പറ്റും. ഇതൊക്കെ ബോട്ടുകളാണ്. ഇതിനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ആളുകളില്ല. ആളുകൾക്ക് പകരമുള്ളത് AI മാത്രമാണ് ഉള്ളത്. അപ്പം അത്തരം ബോട്ടുകളെ ഏതാണ്ട് ഒരു 1500 ബോട്ടുകളെ ഈ KPCC കണ്ടെത്തിയായിരുന്നു. അവരാണ് ഇതിന്റെ പിന്നിലെന്ന്. അപ്പൊ അതുപോലും ഇതിനകത്ത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. KC വേണുഗോപാല് ഈ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു പദത്തിൽ വളരെ അടുത്തെത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസമൊക്കെ പോഡ്കാസ്റ്റുമായിട്ട് രമേശ് ചെന്നിത്തല പലതും കയറി ഇറങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ജന്മദിനം മറ്റോ പ്രമാണിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നത് ത്യാഗപൂർണമായ ജീവിതമാണ് എന്റെ ഭാര്യ നയിച്ചത്, കാരണം എന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ അദ്ദേഹത്തിന് അത് പറയാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു, KPCC അധ്യക്ഷനായിരുന്നു. ഒരുപാട് ത്യാഗപൂർണമായ രാഷ്ട്രീയ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അതൊന്നും തെറ്റെന്നോ കള്ളത്തരമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ട് യോഗ്യനാണ്. പക്ഷേ അതിനേക്കാൾ ഒരുപടി കൂടി കടന്നുകൊണ്ടാണ് KC വേണുഗോപാൽ എത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രത്തിന്റെ മാനസപുത്രനാണ്, ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് MLA അതിപ്പോൾ ഈ ഇവിടെ മത്സരിച്ചതിൽ തന്നെ വലിയൊരു വിഭാഗം MLA അദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവർക്കും ഒരു സ്വീകാര്യനായ ഒരു വ്യക്തിത്വം കൂടിയാണ് വേണുഗോപാൽ. അപ്പം ഈ വേണുഗോപാലും ചെന്നിത്തലയും തമ്മിൽ അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ VD പ്ലാറ്റ്ഫോമിൽ എത്തുന്നില്ല. അപ്പൊ അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും മുമ്പ് തന്നെ ഒരു വലിയ നരേറ്റീവ് ഉണ്ടാക്കി വെക്കുക, അതിലൂടെ ഇടിച്ച് മുൻപോട്ട് കയറുക, മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിലേക്ക് നിലവാരം താഴ്ന്ന രീതിയിലേക്കാണ് ഇപ്പൊ കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ഈ ചാറ്റുകൾ മുഴുവൻ ലീക്കായി, അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകൾ ലീക്കായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം പാർട്ടിയിലെ MLA തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നു ആലോചിച്ചു, അതിന് നേതാക്കൾ തന്നെ പറയുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. അവരെ കൈകാര്യം ചെയ്യണം, ഇവരെ തേജോവധം ചെയ്യണം, ഇവരെ അപമാനിക്കണം എന്ന് പറയുന്നു. അതിനകത്ത് വളരെ വിഷമകരമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം സുധാകരന്റെ കേസാണ്. അദ്ദേഹമൊക്കെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞും കണ്ണൂരിൽ കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം പെട്ട പാടൊന്നും ഈ പുതുതലമുറയ്ക്ക് ഒരുപക്ഷെ അറിയാൻ കഴിയില്ലായിരിക്കും. അദ്ദേഹത്തെ പോലും ഇല്ലാതാക്കണം. വളരെ മോശമായ പദപ്രയോഗമാണ് അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്നത്. അദ്ദേഹം എത്രയോ സീനിയർ ആയിട്ടുള്ള ലീഡറാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒക്കെ വളർന്നു വന്ന കാലഘട്ടം പോലും ഇപ്പോഴത്തെ പുതിയ കോൺഗ്രസ്സുകാർക്ക് അറിയേ പോലുമില്ല എന്തായിരുന്നു എന്നുള്ളത്. അദ്ദേഹം എത്ര ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ അപമാനിക്കുക എന്നുള്ളത്. കാരണം ഇപ്പൊ നിലവിൽ ഇപ്പൊ പുറത്ത് കേൾക്കുന്ന വാർത്ത സുധാകരൻ അടക്കം ഈ KC വേണുഗോപാലിന് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഒരുപക്ഷെ സുധാകരനെ ആക്രമിക്കും. ഇപ്പോൾ ഈ സൈബർ അറ്റാക്കുകൾ വളരെ രൂക്ഷമായതോടുകൂടി ഈ VD സതീശൻ ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണെന്നാണ് വരുന്ന വാർത്തകൾ. അതായത് അദ്ദേഹത്തിന് നേരെ എല്ലാവരും ഇപ്പൊ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം പാർട്ടിയെ അപമതിപ്പുണ്ടാക്കുന്നു, ഈ ഗ്രൂപ്പ് കളിക്കുന്നു, ഫലം വരുന്നതിന് മുമ്പ് തന്നെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം അണികൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു എതിർപ്പ് ഉയരുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ തന്നെയുണ്ട്. ഈ അണികൾക്ക് മാത്രമല്ല, നേതാക്കൾക്കും MLA മത്സരിച്ച ചില സ്ഥാനാർത്ഥികൾക്ക് പോലും വലിയ എതിർപ്പ് ഇപ്പോൾ VD സതീശന് നേർക്കുന്നുണ്ട്. കാരണം പാർട്ടിയെ ഇല്ലാതാക്കാനല്ലേ ഇതുകൊണ്ട് കഴിയുകയുള്ളൂ, ഇത്തരം ഗ്രൂപ്പ് വഴക്കുകളും പ്രശ്നങ്ങളും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തന്നെ ഇപ്പോൾ അതായത് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന് കുഴി തന്നെ തോണ്ടുകയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിപ്പോ ഒന്നുകിൽ അദ്ദേഹം തുറന്ന് പറയണം, ഇത് എന്റേതല്ല, ഇത് നിർത്തിവെക്കണം, പാർട്ടിക്ക് ക്ഷീണമാണ്. ഇതുവരെ അദ്ദേഹം അത് പറഞ്ഞതായി നമ്മളെങ്കിലും കണ്ടിട്ടുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, ഇത്തരം തെളിവുകൾ നിരത്തി മറുഭാഗം മുമ്പോട്ട് പോകും. ഇവിടെ സൈലന്റ് ആയിട്ട് KC വേണുഗോപാൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അദ്ദേഹത്തിന് കൃത്യമായി തന്നെ കണക്കൂടലുണ്ട്. സൈലന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ എത്താനും കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ജയിക്കാനും കഴിയും. പ്രത്യേകിച്ച് കണ്ണൂരോ ആലപ്പുഴ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമാണ്. എപ്പോ ഏത് സമയത്ത് നിന്നാലും ജയിച്ചു പോകാവുന്ന മണ്ഡലങ്ങൾ അനവധി ആലപ്പുഴത്തുണ്ട്. ആലപ്പുഴ മണ്ഡലം അദ്ദേഹത്തിന് വേണമെങ്കിൽ, അത് കമ്മ്യൂണിസ്റ്റ് അല്ല കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്ന ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് MLA രാജിവെപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഈസി ആയിട്ട് മത്സരിക്കാൻ കഴിയും. എന്തിന് വേണമെങ്കിൽ ലീഗ് പോലും ഒരു പക്ഷേ പണ്ട് എക്കാനെ ലീഗ് അല്ലേ നിർത്തി ജയിപ്പിച്ചത് അവരുടെ മണ്ഡലത്തിൽ, അതുപോലെ ഒരു സംഭവത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഏതായാലും VD സതീശൻ കുറച്ചുകൂടെ അപഹാസ്യനായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും വോട്ട് പെട്ടിയിൽ കിടക്കുമ്പോൾ
അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അധികാര തർക്കങ്ങൾ, അത് എത്രത്തോളം കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വി ഡി സതീശൻ വെറും സാധാരണ നേതാവല്ല, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെയാണ്. പക്ഷെ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിൽ നിന്നും വളരെ റേഞ്ച് വ്യത്യാസം തന്നെയുണ്ട് കെ സിക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു നാഷണൽ ലീഡറാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ വളരെ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ PR വർക്കുകളോ ഇല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള സോഷ്യൽ മീഡിയ ഗിമ്മിക്കുകളോ ഒന്നും നമ്മളെങ്ങും കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി ഇങ്ങനെ ആരെങ്കിലും ആക്രമിക്കണമെന്നോ എന്ന് പറഞ്ഞ ചാറ്റുകളും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വലിയ കണ്ടന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.